ആറന്മുള ബീച്ചിലെ ഒരു പ്രഭാതമാണിത്. ഇവിടെ ആകെ എണീറ്റിരിക്കുന്നത് ഞാനും ഈ പൂച്ചയും പിന്നെ ടിങ്കുവും മാത്രമാണെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ ആരംബോളീഷ്യസ് എന്ന് പറയുന്ന ഒരു ഹോസ്റ്റലിലാണ് ബീച്ചിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ ജസ്റ്റ് ഈ ഹോസ്റ്റലൊക്കെ ഒന്നിങ്ങനെ കറങ്ങാണ്. ഒരു ചായ കിട്ടുമെന്നൊക്കെയാണ് നോക്കുന്നത്. ആസ് ഫോർ ഗുഡു എന്ന് ഇവിടെ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഗുഡൊന്നും ഇപ്പോൾ ഒന്നും എഴുന്നേൽക്കാൻ സാധ്യത തോന്നുന്നില്ല. എന്തായാലും ഇന്നത്തെ നമ്മുടെ ട്രിപ്പിൽ നമ്മൾ ഈ ഗോവയിലെ റിമോട്ടായിട്ടുള്ള നോർത്തേൺ ബീച്ചിലേക്കുള്ള ഒരു എക്സ്പ്ലോറിംഗ് ആണ്. നമ്മൾ ക്യൂറം എന്ന് പറഞ്ഞിട്ടൊരു കെറി ബീച്ചുണ്ട്, അത് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോർഡർ കടന്നിട്ട് മഹാരാഷ്ട്രയിലെത്തിയിട്ട് ശരിക്കും ഗോവൻ മഹാരാഷ്ട്രൻ ബോർഡറിൽ വരുന്നൊരു സ്ഥലത്ത് ഫോർട്ട് തിരക്കോൾ എന്ന് പറയുന്നൊരു സ്ഥലം കാണുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഏറ്റവും നോർത്തേൺ ടിപ്പായിട്ടുള്ള റെഡി ബീച്ച്, അതാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്കൊരു സ്കൂട്ടർ വാടകയ്ക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാനുമായിട്ട് ഇന്ന് മുന്നോട്ട് പോവാണ്. കുറച്ചും കൂടെ ഭയങ്കര ലൈവും നീളം കൂടിയായിട്ടുള്ളൊരു മാർക്കറ്റാണിതെന്ന് തോന്നുന്നു. വണ്ടി ഓടിച്ചും തീരുന്നില്ല, അത്രയുണ്ട് ഈ മാർക്കറ്റിൻ്റെ ഒരു നീളം. പല സ്ഥലത്തും ആ ഒരു ഹിപ്പി ബൊഹോ സ്റ്റൈലിലുള്ള സാധനങ്ങളൊക്കെ കാണാം. എല്ലാ സ്ഥലത്തും ഡ്രീം ക്യാച്ചറുകളും ടാറ്റൂ സ്റ്റുഡിയോകളും ഒക്കെ ആയിട്ട്. നമ്മൾ മുന്നോട്ട് പോയി ഇതാ സൈഡിലൊരു പുഴ കാണാം. ഇത് തിരക്കോൾ റിവറാണ്. ഇതിൻ്റെ അപ്പുറത്ത് മഹാരാഷ്ട്ര, ഇപ്പുറത്ത് ഗോവയാണ്. അപ്പോൾ ആ ഗോവയിലെ ലാസ്റ്റ് ടിപ്പിലുള്ള ഒരു ബീച്ചുണ്ട്, ക്യൂറം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അങ്ങോട്ട് പോകണം. ഈ ക്യൂറം ബീച്ചിനെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കെറി ബീച്ച് എന്നാണ് വിളിക്കുന്നത്. ഈ ബീച്ചിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ബീച്ചിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു ടെമ്പിൾ കണ്ടില്ലേ, ഗോപുരം പോലെ, അതൊരു അജോബ ടെമ്പിളാണ്. ആ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റാണ് ബീച്ച്. ആറന്മുളൊക്കെ ഭയങ്കര തിരക്കാവുമ്പോൾ ആൾക്കാർ രാവിലെ സൺബാത്ത് ചെയ്യാനൊക്കെ വരുന്നൊരു ബീച്ചാണ്. പക്ക ഒരു ക്വയറ്റായിട്ടുള്ളൊരു ബീച്ച്. ഈ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബീച്ചിൻ്റെ അറ്റത്ത് പോയി കഴിഞ്ഞാൽ കുറേ ഗുഹകളുണ്ട്. നാച്ചുറൽ കേവ്സ് ഒക്കെയാണ്. നല്ല പൊരിവെയിലായതുകൊണ്ട് നമ്മൾ ഗുഹകളിലേക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഈ കേവിലൂടെയൊക്കെ ഒന്ന് നടന്നിട്ട് നമ്മൾ വീണ്ടും അടുത്ത ബീച്ച് പിടിക്കാനുള്ള പരിപാടിയാണ്.
ബീച്ച് കടന്ന് മുന്നോട്ട് പോയപ്പോൾ പുഴക്കരയിൽ കുറേ ചെയർസൊക്കെ, ചെറിയൊരു റെസ്റ്റോറൻറ്റ്. ഞാനെന്തായാലും ഈ റെസ്റ്റോറൻറ്റിൽ നിന്നിട്ട് കുറച്ച് നേരം, റെസ്റ്റോറൻ്റ് അല്ല ശരിക്കും റോഡ് സൈഡിൽ കുറച്ചൊരു കോഫി ഷോപ്പ് പോലെ, ഞാനിവിടെ നിന്നിട്ട് ഈ ഒരു പുഴ ശരിക്കും കാണാൻ തീരുമാനിച്ചു. ടിങ്കു ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കാനും പോയി. എന്തായാലും നമ്മളിതാ ഇവിടെ ഫെറിയിലെത്തിയിരിക്കുകയാണ്. ഈ ഫെറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫെറി ഫ്രീ സർവീസാണ്, ഇതിന് പൈസയൊന്നും കൊടുക്കണ്ട. ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് കുറച്ച് ഫോറിനേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഫെറിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഫിഷർമാൻമാരെയൊക്കെ കാണാം, നല്ല രസമുണ്ട്. ഭയങ്കര ക്വയറ്റായിട്ടുള്ള ഒരു തീരവും പിന്നെ അവിടെ ഒന്നും വേറെ കൺസ്ട്രക്ഷനോ ബിൽഡിങ്ങോ ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു ഭംഗിയുണ്ട്. എന്തായാലും ഫെറി നമ്മളുടെ തീരം വിടുകയാണ്, എന്നിട്ട് മഹാരാഷ്ട്രയിലേക്ക് കയറുകയാണ്. ഈ ഫോർട്ട് തിരക്കോൾ നമ്മൾ കാണാൻ പോകുന്ന ഫോർട്ട് അത് മഹാരാഷ്ട്രയിലല്ല ഗോവയിലാണെന്നൊക്കെ ഒരു വാദമുണ്ട്. പക്ഷെ മാപ്പുകളിലെല്ലാം അത് മഹാരാഷ്ട്രയിൽ തന്നെ കാണിക്കുന്നത്. പക്ഷേ ആ ബോർഡർ കടന്ന് അവിടെ ഒരു ലിക്കർ ഷോപ്പുണ്ട്. നമ്മൾ സ്റ്റേറ്റ് മാറിയോന്ന് അറിയുന്നത് ഈ ലിക്കർ പ്രൈസ് വെച്ചിട്ടാണ്. അപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഗോവൻ റേറ്റ് തന്നെയാണ് അവിടെ കണ്ടത്. പക്ഷേ എന്നിട്ട് ഒന്നുകൂടി മാപ്പ് നോക്കിയപ്പോൾ ഇത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ബോർഡറിൻ്റെ കറക്റ്റ് ചെക്ക് പോസ്റ്റ് ആവാത്തതുകൊണ്ടുള്ള എന്തെങ്കിലും കൺസെഷൻ ആയിരിക്കും. നമ്മളിവിടെ ഫോർട്ട് തിരക്കോൾ എന്ന് പറയുന്ന ഹെറിറ്റേജ് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഗോവയുടെ തന്നെ ഒരു പോർച്ചുഗീസ് വാർ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസും കൂടിയാണ്. പഴയ സാവന്തവാടി രാജകുമാരന്മാരുടെ ഒരു കോട്ടയാണിത്. പക്ഷേ ആ കോട്ട പിന്നീട് പോർച്ചുഗീസ് കീഴടക്കുകയും ഇവിടെ ഒരു പള്ളി പണിയുകയും ചെയ്തു. ഇപ്പോൾ ഇത് കോട്ടയും പള്ളിയും ഒക്കെ മാറിയിട്ടൊരു ഹോട്ടലായി മാറിയിരിക്കുകയാണ്. ഗോവയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹെറിറ്റേജ് ഹോട്ടലിൽ ഒരെണ്ണമാണ്. ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ആംബിയൻസ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഒരു ഗൂഗിൾ പിക്ചർ കണ്ടപ്പോഴാണ്. അതായത് ഡ്രോൺ പിക്ചർ കണ്ട സമയത്താണ് മുകളിൽ നിന്ന്. അത്രയും വലിയൊരു ക്ലിഫിലാണ് ഈ ഹോട്ടൽ നിൽക്കുന്നത്. ഈ ഹോട്ടൽ ആക്ച്വലി അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹോട്ടലാണെങ്കിൽ കൂടി ടൂറിസ്റ്റുകൾക്ക് ഇതിൻ്റെ അകത്ത് വിസിറ്റ് ചെയ്യാൻ അവരൊരു പെർമിഷൻ കൊടുക്കുന്നുണ്ട്. തിരക്കോൾ ഫോർട്ട് ഹോട്ടലിൻ്റെ പുറകിലേക്ക് പോയി. അവിടെ ഒരു കുന്നുംപുറമുണ്ട്, ഭയങ്കര രസമാണ്. അവിടെ നിന്നിട്ട് നമുക്കൊരു ക്ലിഫിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് അവിടെ നിന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ബീച്ചൊക്കെ ഇങ്ങനെ വിശാലമായിട്ട് കാണാം. നട്ടുച്ചയുടെ വെയിലുണ്ടെങ്കിലും ഇത്രയും വലിയൊരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുകയും അവിടെ നിന്ന് ഇങ്ങനെ കടലിൽ നിന്നുള്ള തണുത്ത കാറ്റടിക്കുമ്പോഴും ഭയങ്കര രസമാണ്. ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇങ്ങനെ നടന്ന് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട്. ഇത്രയും വലിയൊരു ഫോർട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും പോർച്ചുഗീസ് യുദ്ധതന്ത്രങ്ങൾ ഒത്തിരി മെനഞ്ഞൊരു സ്ഥലം തന്നെ ആയിരിക്കും ഇത്. കാരണം അവരുടെ ചെറുത്തുനിൽപ്പിനും ഹിസ്റ്ററിയിലും എല്ലാം ഒത്തിരി പ്രാധാന്യം ഇവിടെയുണ്ട്. എന്തായാലും ഞങ്ങൾ പെട്ടെന്നൊന്നും പോകാണ്ട് ഇവിടെ കുറച്ചു നേരം കൂടെ ഇങ്ങനെ നടന്നു. ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ബോർഡറിലേക്ക് ജസ്റ്റ് കയറിയിട്ട് അവിടുത്തെ ഫസ്റ്റ് ബീച്ചായിട്ടുള്ള റെഡി ബീച്ച് കാണുക എന്നുള്ളതാണ്. റെഡി ബീച്ച് എന്ന് പറയുന്നത് ശിരോദ ബീച്ച്, മഹാരാഷ്ട്രയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ശിരോദ ബീച്ചിൻ്റെ ഒരു സൈഡ് തന്നെയാണ്. ഈ ഏരിയയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചുമാണ്. നമ്മളെ യാത്രയുടെ ഏറ്റവും നോർത്തേൺ ടിപ്പ്, ഏറ്റവും അവസാനത്തെ ഏരിയയിലേക്കുമാണ് എത്തുന്നത്. ഗ്രാമങ്ങൾക്കെല്ലാം ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു മഹാരാഷ്ട്ര ഫീൽ നമുക്ക് പല സ്ഥലത്തും കാണുന്നുണ്ട്.
ഗോവയിൽ നിന്ന് നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് എത്തുമ്പോൾ അമ്പലങ്ങൾ കൂടുന്നതായിട്ട് കാണാം. പള്ളികൾ അധികം കാണാനേ പറ്റില്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും കോട്ടകളുണ്ടാവും. കാരണം മറാത്ത രാജവംശങ്ങളും അതേപോലെ സാവന്തവാടി കിങ്സൊക്കെ ആയിട്ടുള്ള ഭയങ്കര ഹിസ്റ്ററിയാണ്. പിന്നെ എവിടെയും ഒരു ടൂറിസ്റ്റിക് ഫീലും ഇല്ല. എല്ലാം വളരെ വളരെ എന്താ പറയുക, ഇപ്പോഴും ആ ഒരു ഗൃഹാതുരത്വമൊക്കെ തുളുമ്പുന്ന നാട് തന്നെയാണ്. മറ്റൊരു ടൂറിസ്റ്റിനെ പോലും എതിരെ വരുന്നത് കാണാതെ ഞങ്ങൾ വീണ്ടും വണ്ടി ഓടിച്ചോടിച്ച് അവസാനം റെഡി ബീച്ചിലെത്തി. ഈ റെഡി ബീച്ചിൻ്റെ അപ്പുറം കാണുന്നത് ഷിരോദ ബീച്ചാണ്. ഇവിടുന്ന് ഷിരോദയിലേക്ക് എത്തണമെങ്കിൽ ഒത്തിരി ദൂരം വേറെ ട്രാവൽ ചെയ്യണം. അതുകൊണ്ടാണ് ഞങ്ങൾ റെഡി ബീച്ചിലെത്തിയിട്ട് ഞങ്ങളുടെ യാത്രയുടെ ദൂരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ റെഡി ബീച്ചിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ റെഡി എന്ന് പറഞ്ഞൊരു ഫോർട്ടൊക്കെ ഉണ്ട്. അവിടെ കുറേ ഇതുപോലെ തന്നെ യുദ്ധചരിത്രങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ അധികം ചരിത്രങ്ങളിലേക്കൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയതുകൊണ്ട് ഇപ്പം ഞാൻ വെറുതെ ബീച്ചിൽ ഇങ്ങനെ നടക്കാൻ തീരുമാനിച്ചു. ഈ റെഡി എന്ന് പറയുന്ന ഇവിടെ ഒരു പോർട്ടും ഒരു ക്രീക്കും ഉണ്ട്. ഇത് ബീച്ചിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറി കിടക്കുന്ന ഒരു ക്രീക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആഴമില്ലാണ്ട് നീളത്തിൽ ഇതിലിങ്ങനെ പോകാം. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. ഒറ്റ കാര്യമുള്ളൂ, ഇവിടുന്ന് ചില മണൽത്തിട്ടകളിലേക്ക് നമ്മൾ പോകുമ്പം തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വേലിയേറ്റം വന്നിട്ട് ആഴം കൂടാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. ചെറിയ പവിഴപ്പുറ്റുകൾ പോലത്തെ ഒരു കോറൽ പാറകളും കാണുന്നുണ്ട്. അപ്പുറത്ത് നോർമൽ റോക്സും കാണുന്നുണ്ട്. ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള സ്ഥലത്ത് മീനുകളൊക്കെ കാണാണ്. മീനുകളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഇതിൻ്റെ സാൻഡ് കളറാണ്. ശരിക്കും നല്ല തരിവെള്ള കളറാണ്. ഇത്രയും സാൻഡ്, പ്യുവറായിട്ടുള്ള സാൻഡ് വേറെ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ തൊട്ട് മുമ്പ് പോയ കെറി ബീച്ചിൽ ഏകദേശം ഇത്രയും കിട്ടുമെങ്കിലും ഇത്രയും ഒരു വൈബ്രൻസി കിട്ടുന്നില്ല. മാത്രമല്ല മണൽത്തിട്ടുകൾ ഇഷ്ടം പോലെയാണ്. ഒരു മനുഷ്യനുമില്ല. ഞാൻ ഈ ബീച്ച് ടോട്ടലി പ്രൈവറ്റായിട്ട് ബുക്ക് ചെയ്ത് വന്ന പോലെ എനിക്ക് തോന്നുന്നത്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് പ്രവിശ്യയിലാണ് ഈ ബീച്ച് കിടക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ മാൾവൻ തീരങ്ങളും അങ്ങോട്ട് ധാരാളം മനോഹരമായ ബീച്ചുകളുണ്ട് മഹാരാഷ്ട്രയിൽ. അപ്പം അത് എന്തായാലും ഇതിലും എത്രയോ മനോഹരമായിരിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഈ ബീച്ച് നമുക്ക് തരുന്നത്. വേലികയറ്റത്തിൻ്റെ സമയം തോന്നുന്നു. ഞാനിങ്ങനെ കയറി വരുമ്പം ചെറിയ ചെറിയ മണൽത്തിട്ടുകളെല്ലാം ഇങ്ങനെ മൂടി മൂടി വരുന്നുണ്ട് വെള്ളം. എന്തായാലും ഈ ചെറിയൊരു ബാക്ക് പാക്കിംഗ് ട്രിപ്പിൻ്റെ ഫൈനൽ ടിപ്പിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഫെറി കയറാതെ വലിയൊരു പാലം കയറിയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം സില്ലി പൊട്ടറ്റോ എന്ന് പറഞ്ഞൊരു ചെറിയൊരു സാൽസ ബാറിൽ എത്തി.
അവിടുത്തെ സാൽസകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് സാൽസ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അറിയില്ല. അങ്ങനെ ആരംഭമുള്ള ഇന്നത്തെ രാത്രി ഇവിടെ തീരുകയാണ്.